പരിശുദ്ധമാക്കപ്പെട്ട ഈ ഷഅബാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഷഅബാനിൽ 7 കാര്യങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ കൊടിയ ദാരിദ്ര്യം നമ്മിലേക്ക് വന്നു ചേരുന്നതാണ്. ഈ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ഉണ്ടാകാൻ പാടില്ല, അത് ഉണ്ടായാൽ ദാരിദ്ര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള 7 കാര്യങ്ങൾ. പലരുടെയും വിഷമമാണ് ഉസ്താദേ, കൊടിയ ദാരിദ്ര്യമാണ് ഉസ്താദേ. അതിന്റെ ഒരു കാരണം ഈ പറയപ്പെടാൻ പോകുന്ന 7 കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഏതൊക്കെയാണ് 7 കാര്യം ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളി. നിങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടോ എന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അതിനെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം അല്ലാഹു തആല എടുത്തു മാറ്റിത്തരും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു തരും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഏതാണ് ആ 7 കാര്യമെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസത്തിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും ഉണ്ട്. അവർ കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവരുടെയൊക്കെയും ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇനിയും വിഷമങ്ങളും വേദനകളും പേറി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെയും വേദനകൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന 7 കാര്യമുണ്ടെങ്കിൽ അല്ലാഹു തആല ബറക്കത്തിനെ എടുത്തു മാറ്റിക്കളയും. അതായത് കൊടിയ ദാരിദ്ര്യം അല്ലാഹു തആല തരും. മനസ്സിലൊരു റാഹത്ത് ഉണ്ടാവില്ല, മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ല, മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല, ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ യാതൊരുവിധ ഐശ്വര്യവും ഉണ്ടാവില്ല. ഇത് വീടുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല തരാനിരിക്കുന്ന ഐശ്വര്യങ്ങളെ തടഞ്ഞു വെക്കാനും ഈ പറയപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ കാരണമാകുന്നതാണ്. ഏതൊക്കെയാണ് ആ 7 കാര്യങ്ങളെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളത് ഏതൊരു മുഅ്മിനും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ആ ദുആ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറ്റാൻ നമുക്ക് കഴിയും. ഒരുപാട് വിഷമങ്ങൾ നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മുടെ ദാരിദ്ര്യം ഒഴിവാക്കാൻ കഴിയും. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ പിശുക്ക് കാണിക്കാറുണ്ട്. അള്ളാഹുവിനോട് തീരെ ദുആ ചെയ്യാറില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവങ്ങൾ. എന്താ, എന്റെ ജീവിതം ദാരിദ്ര്യത്തിലാണേ, വിഷമത്തിലാണേ എന്നുള്ള രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം, അത് നല്ലതല്ല പ്രിയപ്പെട്ടവരെ. ദുആഇനെ ഒഴിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നു വരും, ബറക്കത്ത് കേട് കടന്നു വരും, ബറക്കത്തിനെ അല്ലാഹു തആല എടുത്തു മാറ്റാൻ കാരണമാകുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം, ദുആഇനെ ഒഴിവാക്കുക. 2, ഇടത് കാലുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കൽ ആ വീട്ടിൽ ബറക്കത്തിനെ എടുത്തു കളയാനുള്ള കാരണമാണ്. ഇടത് കാല് കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക. നമ്മൾ എങ്ങനെയാ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത്? വലത് കാല് വെച്ച് വീട്ടിൽ കടക്കുക. വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങാം. ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴാണ് ഇടത് കാല് വെച്ച് പ്രവേശിച്ചിട്ട് വലത് കാല് കൊണ്ട് തിരിച്ചിറങ്ങേണ്ടത്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ച് തന്നെ കയറുക. അത് ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് തരും. മൂന്നാമത്തെ കാര്യം, ബിസ്മി ഇല്ലാതെ വീട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ദാരിദ്ര്യത്തിന് കാരണമാണ്. ബിസ്മി ഇല്ലാതെ വീട്ടിലേക്ക് കയറുക, ബിസ്മി ഇല്ലാത്ത ഒരവസ്ഥ വല്ലാത്ത ധൈര്യമാണ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മിയോടുകൂടി തുടങ്ങാൻ. ചില ആളുകൾക്ക് ബിസ്മിയുമില്ല, അഊദുമില്ല, അള്ളാഹുമില്ല, ദീനുമില്ല. എന്നാലോ കുടുംബത്തിലാണെങ്കിലും പ്രശ്നങ്ങളാണ് ഉസ്താദേ എന്ന് പറഞ്ഞു വന്ന് കരയുന്നൊരവസ്ഥ. ബിസ്മി എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും തുടക്കമാവണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ബിസ്മി പറഞ്ഞുകൊണ്ട് കയറാ. ഇനി ആ ബിസ്മി ഇല്ലെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടാവുക. 4ാമത്തെ കാര്യം, ഖുർആൻ പാരായണത്തെ നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ കൊടിയ ദാരിദ്ര്യം. വളരെയധികം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹുവിന്റെ കലാമാൻ. ആ പരിശുദ്ധമാക്കപ്പെട്ട കലാമിനെ ഒഴിവാക്കുന്ന ഒരു സ്വഭാവം, അത് പിന്നെ എത്ര വലിയ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം പ്രിയപ്പെട്ടവരെ? ഖുർആനിനെ ഒഴിവാക്കുകയല്ലേ, അള്ളാഹുവിന്റെ കലാമിനെ ഒഴിവാക്കുകയല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്താൽ ബറക്കത്ത് വരും. ആ ഖുർആനിനെ പാടെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ, ഒഴിവാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ശൈത്വാനിന്റെ താവളമാക്കി മാറ്റും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പാരായണത്തെ ഒഴിവാക്കിയാൽ
ദാരിദ്ര്യം വരും. അതാണ് 4-ാമത്തെ കാര്യം. ഇനി 5-ാമത്തെ കാര്യം, പതിവായിട്ട് രാത്രിയിൽ വീട് അടിച്ചു വാരുക എന്നുള്ളത്. പതിവായിട്ട്, വല്ലപ്പോഴും അല്ല. എന്തെങ്കിലും ഗസ്റ്റുകളോ അതിഥികളോ ഒക്കെ വരുമ്പോൾ നമുക്ക് അടിച്ചു വരാം, അത് വല്ലപ്പോഴും. എന്നാൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്വഭാവം, വീട്ടിൽ രാത്രി അടിച്ചു വാരൽ സ്ഥിരമാണ് എങ്കിൽ അവിടെയും ബറക്കത്ത് കേട് വരാനുള്ള സാധ്യതയുണ്ട്, ദാരിദ്ര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 6-ാമത്തെ കാര്യം പറയാണ്, വീട്ടിൽ നിസ്കാരമില്ലാത്ത ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും എല്ലാമുള്ള, നമസ്കാരത്തിന് ബാധ്യതയുള്ള ഒരു മനുഷ്യൻ വീട്ടിൽ നമസ്കരിക്കാത്ത ആളാണ് എങ്കിൽ ആ വീട്ടിൽ ബറക്കത്ത് കേട്, ദാരിദ്ര്യം, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാകാനുള്ള കാരണമാണ്. അതാണ് 6-ാമത്തെ കാര്യം. അപ്പോ വീട്ടിൽ ആരെങ്കിലും ഒക്കെ നമസ്കരിക്കാത്തവരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഉപദേശിച്ചുകൊണ്ട് അവരെ നമസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നമസ്കാരം അടിസ്ഥാനമാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 7-ാമത്തെ കാര്യം, ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കുക, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തുടയ്ക്കുക എന്നുള്ളത്. അത് ബറക്കത്ത് കേടിന് സാധ്യതയുണ്ടാകും. നമുക്ക് മുഖം തുടയ്ക്കാൻ എന്തെങ്കിലും ടിഷ്യൂ, അതിനുവേണ്ടി പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള തുണികളോ ഉപയോഗിക്കാം, തോർത്തുമുണ്ടുകൾ ഉപയോഗിക്കാം. അല്ലാതെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മുഖവും കൈയും ശരീരവും ഒക്കെ തുടയ്ക്കുന്നത് നല്ലതല്ല. അത് പണ്ഡിതന്മാർ എതിർക്കുന്നുണ്ട്. അത് ജീവിതത്തിലെ ബറക്കത്തിനെ എടുത്തു മാറ്റാനുള്ള കാരണമാകും. ഇൻഷാ അള്ളാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുക. ഈ 7 കാര്യങ്ങളാണ് ജീവിതത്തിലുള്ള ബറക്കത്തിനെ അള്ളാഹു താല എടുത്തു മാറ്റാൻ കാരണമാകുന്ന കൊടിയ ദാരിദ്ര്യം നമ്മിലേക്ക് വന്നു ചേരാനുള്ള കാരണങ്ങളാണ്. അപ്പോ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെ ഒക്കെയും ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖൈറിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.